എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണോ എന്നറിയില്ല. പക്ഷെ ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കടന്നു വന്ന വഴികളൊക്കെ ആലോചിക്കാറുണ്ട്. കടന്നു വന്ന വഴികൾ എന്ന് പറയുമ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇടാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലോട്ട് വന്നു. അതിന് മുന്നും നമുക്കറിയുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലോട്ടൊക്കെ വന്നത് എങ്ങനെ, ഞാനില്ലെങ്കിൽ ഇന്ന ആളാണ് ഇന്ന ഓപ്ഷൻ പറഞ്ഞതെന്നൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നോട് എന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ ഞാൻ വെച്ചാൽ അപ്പോൾ നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എനിക്കും കേൾക്കാം, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ശനിയാഴ്ചയാണ്. ഇത് എന്നാ അപ്ലോഡ് ആക്കാമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഫ്രീ ആകുമ്പോൾ ശനി ഞായറും വെള്ളിയൊക്കെ ആഴ്ചകളിലാണ് ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാറ്. പിന്നെ ഫ്രീ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കാറുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് യൂട്യൂബിൽ ആക്റ്റീവ് ആവാനൊക്കെ ഞാനിങ്ങനെ നോക്കാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് എൻ്റെ മൂഡ് പോകുമ്പോൾ ഞാനൊന്നും ചെയ്യാറില്ല. നല്ല സന്തോഷമുള്ള സമയങ്ങളാണ് ഞാൻ വേഗം യൂട്യൂബിൽ വീഡിയോ എടുക്കാനായിട്ട് നോക്കാറുണ്ട്. എനിക്ക് വേറെ ഒന്നും ഉണ്ടല്ലോ, എനിക്കിഷ്ടമാണ് എൻ്റെ വീഡിയോസ് ഇടാനൊക്കെ. ഞാൻ അത്ര ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഗേളൊന്നല്ല. ഞാൻ കുറച്ച് ഉൾവലിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിലേ ഞാൻ അവരായിട്ട് ചേരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവരായിട്ട് ചേരില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഈ എക്സ്ട്രോവേർട്ടും അല്ല, അന്ന് ഇൻട്രോവേർട്ടല്ല, ഒരു ആംബിവേർട്ടായിട്ട് പെടും. അങ്ങനെ ഞാൻ പെടും. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാം. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ നേർവാച്ചൽ എടുത്തിട്ടാണ് കേട്ടോ മുടിയിരുന്നത്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ കയറ്റി എനിക്കെന്തോ പോലെ. പിന്നെ ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് ചൂടും അപ്പോൾ ഈ താരനും അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ എൻ്റെ മുടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഒരു തോന്നും. അപ്പം ഞാൻ വെച്ചു മുടി ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മുടി ഇരുന്നു കേട്ടോ. അപ്പം ഈ നെറ്റ് ഇങ്ങനെ വല്ലാണ്ട് കയറുന്ന ആ ഒരു സ്വഭാവം കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എൻ്റെ സോഷ്യൽ മീഡിയ ജേർണിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫേസ്ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് അതിന് മുന്നേ അറിയാം കേട്ടോ ഗൂഗിൾ എന്താണെന്ന്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. പക്ഷെ ഇന്നത്തെ അത്ര ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഏകദേശം അറിയാം. എനിക്ക് അറിയുന്നൊരു സമയമായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കത് അക്കൗണ്ട് ഉണ്ടാക്കാനും അതുപോലെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ പുതിയ പാസ്വേഡ് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഫോർവേഡ് പാസ്വേഡൊക്കെ അടിച്ചിട്ട് പുതിയ പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്ക് ആദ്യം തന്നെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നത്. ഞാനിവിടെ ആരുടെ പേരും പറയുന്നില്ല കേട്ടോ, ആരുടെ പേരും പറയില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് വരും, എല്ലാവരും വരുമല്ലോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അവരുടെ ആരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. പിന്നെ ഇപ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവരാരും എൻ്റെ ചാനൽ കാണണമെന്നൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നില്ല. അവരോടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആരുടെ പേരും ഇവിടെ പറയുന്നില്ല. അപ്പം അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. 10ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ ഫ്രണ്ടായിരുന്നു. 10 മാത്രമല്ല 8ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ. അപ്പം അവളാണ് ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് ഫേസ്ബുക്കിനെ കുറിച്ച്. പിന്നെ ആ സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞൊരു സമയമായിരുന്നു, 10ാം ക്ലാസ് കഴിയാറായൊരു സമയം. അപ്പം അവൾ എനിക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നു. ആ അക്കൗണ്ട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഉള്ളത് കേട്ടോ. എനിക്ക് വേറെ അക്കൗണ്ടൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവളാണ് എനിക്ക് ആദ്യമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നത്. ആ സമയത്ത് ഈ നമ്മുടെ ഫോട്ടോസൊന്നും വാൾപേപ്പറാക്കി ഇടില്ലല്ലോ. പിന്നെ നമ്മളങ്ങനെ ഫോട്ടോ എടുക്കുന്നൊരു പ്രായവും സമയമൊന്നുമല്ല. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. നമ്മൾ ഫ്ലവറിൻ്റെ ഫോട്ടോ, പൂച്ചക്കുട്ടിയുടെ ഫോട്ടോ, പട്ടിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെയാണല്ലോ നമ്മളന്ന് DP ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതൊക്കെ പോയി സെർച്ച് ചെയ്യുക, സേവ് ചെയ്യുക, എന്നിട്ട് ഇതിൽ കൊടുക്കുക. പിന്നെ എനിക്ക് അവൾ പറഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ ടൈം ലൈൻ പോലെ കാണിക്കും ഇന്നാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ വിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി. അങ്ങനെ ആ സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ ഫേസ്ബുക്ക് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും എനിക്ക് റിക്വസ്റ്റൊക്കെ അയച്ചിരുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ അങ്ങോട്ടും കൊണ്ട് റിക്വസ്റ്റ് അയക്കുക, പിന്നെ മെസ്സേജ് അയക്കുക. അന്ന് വാട്സപ്പൊന്നും ഇല്ലല്ലോ. അപ്പം ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ മെസ്സേജ് അയക്കുക, എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പം അന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെ ഓർമ്മ വരാം. ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഫോണില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ അമ്മയുടെ ഫോണിൽ തന്നെയാണ് ഞാനന്ന് യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ ഇപ്പം ഈ പറയുമ്പോൾ നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്തിരുന്നുണ്ടാവും. അങ്ങനെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറും എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങി. കൂടുതലും എൻ്റെ 10ാം ക്ലാസ്സിലുണ്ടായിരുന്ന ഫ്രണ്ട്സിനാണ് ഞാൻ കൂടുതലും മെസ്സേജ് അയച്ചിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അയച്ച് നല്ല രസമായിരുന്നു ആ സമയത്ത്. പിന്നെ
പിന്നീടൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പരിചയക്കാരോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട്സ്, അന്ന് എനിക്ക് മ്യൂച്വൽ ഫ്രണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പം അത് ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ, ഞാൻ ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇന്നാളുടെ ഫ്രണ്ടാണ്, 1 മ്യൂച്വൽ ഫ്രണ്ട്, 2 മ്യൂച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ 3 മ്യൂച്വൽ ഫ്രണ്ട് എന്നൊക്കെ കാണില്ല. പിന്നാളുടെ ഫ്രണ്ട്. പണ്ട് നമ്മളങ്ങനെ പേടിയാണോ, അയ്യോ അങ്ങനെ ഒരു അതായത് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളെ ഫോളോ ചെയ്യണു, അവർ ഫോളോ ചെയ്യണു, ഇവർ ഫോളോ ചെയ്യണു. അതൊരു ഭയങ്കര രസമുള്ളൊരു സമയമായിരുന്നു എനിക്കിങ്ങനെ തോന്നാണ്. അപ്പോൾ 10ലാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ. പക്ഷേ 10ാം ക്ലാസ്സിൽ ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +1 കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ആക്റ്റീവ് ആയതെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഫേസ്ബുക്ക് ജേണി. പിന്നെ കാര്യമായിട്ട് ഫേസ്ബുക്കിൽ ഞാനൊന്നും ചെയ്തിരുന്നില്ല. അന്ന് ഈ പറഞ്ഞ പോലെ പാട്ട് പാടി വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊന്നും ആ ഒരു സംഭവങ്ങൾ ഒരു രീതിയിൽ ആക്റ്റീവ് ആയിരുന്നില്ല. ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർക്കൊക്കെ ഞാൻ ഇന്ന് ചാറ്റ് ചെയ്യുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ അന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള സമയമായിരുന്നു. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം കാണല്ലോ, നമ്മളെപ്പോഴും നേരിട്ട് കാണുന്ന ഫ്രണ്ട്സ് അല്ല എല്ലാവരും. അങ്ങനെ ഫേസ്ബുക്ക് ജേണി അവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സും കഴിഞ്ഞു, +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു. പിന്നെ ഫേസ്ബുക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പിന്നീടാണ് ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ വന്നത്. അങ്ങനെയൊക്കെ മെസ്സഞ്ചറൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇൻസ്റ്റാൾ ആക്കിയതൊക്കെ. പിന്നെ ഫേസ്ബുക്കിൽ ചാറ്റിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. തുടക്കത്തിലുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +2 സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് നമ്മളവിടെ ലഞ്ച് ബ്രേക്കിന് സമയത്ത് വിൻഡോൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പം ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ +2ലേക്ക് ആയല്ലോ. അപ്പം ഞാൻ സെയിം സ്കൂളാണ് 10ഉം +2ഉം പഠിച്ചത്. അപ്പോൾ 10ാം ക്ലാസ്സിലും ആ ഹൈസ്കൂളിലെ പിള്ളേരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി പുതിയൊരു സാധനം വന്നിട്ടുണ്ട് എടി, വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവൾക്ക് ഫോണില്ലല്ലോ. വാട്സപ്പ് എന്ന് പറഞ്ഞ സംഭവം വന്നു, ഇങ്ങനെ പച്ച കളറാണ് അതിൻ്റെ ഈ ലോഗോ വരുന്നത്, ഇങ്ങനെ റൗണ്ടായിട്ട് ആപ്പിളിൻ്റെ പോലെയൊക്കെ എന്നൊക്കെ അവൾ അന്ന് എനിക്ക് പറഞ്ഞത് കേട്ടോ. അപ്പോഴാണ് പിന്നെ വാട്സപ്പിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മുടെ ഫോണിലൊക്കെ വാട്സപ്പ് ഉണ്ടായത്. വാട്സപ്പ് ഉണ്ടായതല്ല, മീൻസ് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് പ്ലേ സ്റ്റോറിലാണ് നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ആക്കുക എന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അങ്ങനെ വാട്സപ്പിൽ വലിയ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഫേസ്ബുക്കിലാണ് നമ്മളെല്ലാം കാണാം, വാട്സപ്പിൽ ജസ്റ്റ് ചാറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് വാട്സപ്പിൻ്റെ ഒരു കഥ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ എനിക്ക്. അങ്ങനെ +2 ലൈഫ് അവിടെ കഴിഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് അപ്പോഴും ഫോണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലെത്തിയപ്പം എനിക്ക് ഫോണില്ല. പക്ഷെ കോളേജിൽ എനിക്ക് ഫോണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിൽ എനിക്ക് ഫോൺ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഞാൻ പഠിച്ചത് ക്രൈസ്റ്റിലായിരുന്നു. അപ്പോൾ ക്രൈസ്റ്റിൽ പഠിച്ച് BCom പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ സംസാരിച്ച് തുടങ്ങി തോന്നുന്നു ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചിട്ടോ. അങ്ങനെയാണ് 2nd ഇയർ പഠിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം വരുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം വരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ പിന്നെ ഞാൻ ആക്റ്റീവ് ആവാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇൻസ്റ്റഗ്രാം വരുമ്പോൾ ഞാൻ ഫോൺ കിട്ടിയതും എൻ്റെ ഫോണൊന്ന് അസ്യൂസ് ആയിരുന്നു. അപ്പോൾ ആ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ 4ാമത്തെ ഫോൺ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ അസ്യൂസ് ഫോൺ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ആക്കുന്നത്. അപ്പം അന്ന് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇല്ല. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇൻസ്റ്റേൻ്റെ ഫീച്ചേഴ്സിലും കാണില്ലേ, റീൽ എടുക്കാം, അങ്ങനെ ചെയ്യാം, ഫോട്ടോസ് കാണാമെന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് അതൊന്നും അന്നില്ല കേട്ടോ. പിന്നീടാണ് അങ്ങനത്തെ ഓപ്ഷൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. പിന്നെ നമുക്ക് ഈ അൺലിമിറ്റഡ് ഡാറ്റ ഒന്നും അന്ന് കിട്ടില്ലല്ലോ. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഞാൻ അങ്ങോട്ട് പ്രവേശിച്ചു. നോർമലായിട്ട് ഇൻസ്റ്റയിൽ ഞാൻ ഫോട്ടോസൊക്കെ ഇടാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ എനിക്ക് ഫോൺ കിട്ടിയല്ലോ. ഇപ്പോൾ ഈ ഫോൺ കിട്ടിയ സമയത്ത് ഞാൻ എന്താ പറയുക, ഫേസ്ബുക്കിൽ ഫോട്ടോസൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇട്ട ഫോട്ടോ എന്ന് പറയുന്നത് പറ്റുവാണെങ്കിൽ ഞാനവിടെ കൊടുക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ അത് തപ്പിയെടുത്ത് കിട്ടുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മറന്നു. അപ്പം ആ ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ 3rd ഇയർ ആണെന്ന് തോന്നുന്നു. 3rd ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടുന്നത്. അപ്പോൾ ഓണം സെലിബ്രേഷൻ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവർക്കൊക്കെ അമ്മമാർക്ക് 2 പേർക്ക് ഇങ്ങനെ മറ്റേ ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എടുത്തുന്ന ഫോട്ടോ ആയിരുന്നു അത്. ആ ഫോട്ടോ സാരിക്ക് വെച്ചിട്ടുള്ള ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോയാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ എല്ലാവരും പൂക്കള മത്സരം നടക്കുന്ന സമയത്ത്
എല്ലാ പൂക്കളും കാണാൻ പോയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ക്ഷീണിച്ച് അവശതയായി. നമ്മൾ വലിയ ചെരുപ്പൊക്കെ ഇട്ട് വലിയ സ്റ്റൈലിലേക്കാണല്ലോ പോവാം ഓണത്തിന്. അപ്പോൾ അപ്പോഴേക്കും വയ്യാണ്ടായിട്ട് സമയത്ത് ഇങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ആ ഫോട്ടോ എടുത്ത് തന്നത് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോയാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ എൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സെൻഡ് ഓഫ് വന്നപ്പോൾ സെൻഡ് ഓഫിലെ ഫോട്ടോ വേറെ ഒരു ഫ്രണ്ട് തന്നെ എടുത്തതോ കോളേജിൽ. അപ്പോൾ പുള്ളി എടുത്തുന്ന ഫോട്ടോ ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് അറിയാത്ത ആൾക്കാരെ റിക്വസ്റ്റൊക്കെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പേടിയായിരുന്നു. പിന്നെ ഇപ്പോഴാണല്ലോ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കാം, പബ്ലിക് അക്കൗണ്ട് ആക്കാം എന്നൊക്കെ പറയുന്നത്. അന്ന് ഫേസ്ബുക്ക് ഞാൻ കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇൻസ്റ്റഗ്രാം വന്നു. ഇൻസ്റ്റഗ്രാമിൽ പിന്നെ ഇൻസ്റ്റഗ്രാം ലോക്ക് ചെയ്യാൻ പറ്റും. അന്ന് ഫേസ്ബുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇൻസ്റ്റ ലോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റൊക്കെ ലോക്ക് ചെയ്ത് പ്രൈവറ്റ് ആക്കിയിട്ട് കുറേ ഫോട്ടോസൊക്കെ ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ അസിസ് ഫോൺ ഞാൻ ഉപയോഗിച്ച് ഏകദേശം ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്കാണ് സ്മ്യൂള് വന്നത്. അപ്പോൾ ഈ സ്മ്യൂള് വന്നപ്പോൾ സ്മ്യൂളിൽ പാട്ട് പാടണം, പാട്ടുകാരുടെ ഒരു സംഭവമാണ് സ്മ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സ്മ്യൂളിൽ ഓരോന്ന് ചെയ്യാനായിട്ട്, പാട്ടൊക്കെ പാടാനായിട്ട് കേട്ടോ. അപ്പോൾ സ്മ്യൂളിൽ ഇങ്ങനെ പാടാൻ തുടങ്ങി. പക്ഷേ സ്മ്യൂളിൽ ഞാൻ VIP മെമ്പർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ VIP മെമ്പർ അല്ലാത്തതുകൊണ്ട് സ്മ്യൂളിൽ ഞാൻ ആഗ്രഹിക്കുന്ന പാട്ടൊന്നും പാടാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെ VIP ആക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ പാട്ട് പാട്ടിന് പാടുന്നവരല്ലല്ലോ നമുക്ക് ചുറ്റും എല്ലാവരും. അപ്പം പിന്നെ അന്ന് സ്മ്യൂൾ എന്ന് പറയുമ്പോൾ പാട്ട് പാടാൻ താല്പര്യമുള്ളവരാണ് കൂടുതലുണ്ടായിരുന്നത്. പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരെക്കാൾ കൂടുതലും പാട്ട് പാടാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാരായിരുന്നു സ്മ്യൂൾ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഏരിയ ആയിരുന്നു സ്മ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്മ്യൂളിൽ ഞാൻ പാടുന്ന സമയത്ത് ഫുള്ള് പാട്ട് ഫ്ലോപ്പ് ആവായിരുന്നു. കാരണം ഞാൻ ഈ രാത്രിക്ക് ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുക അതിൽ സ്മ്യൂളിൽ. പക്ഷെ ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാടുമ്പോൾ എൻ്റെ പിച്ച് പോണത് വേറെ സ്ഥലത്ത് കൂടെ, എൻ്റെ ശ്രുതിയൊക്കെ വേറെ സ്ഥലത്ത് കൂടെ പോവാണ്, ഇതിലുള്ള ഇത് വേറെ സ്ഥലത്തിൽ കൂടെ പോവാണ്. അതായത് ഓർക്കസ്ട്രയ്ക്ക് അനുസരിച്ച് ഞാൻ പാടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും. അന്ന് ഇൻസ്റ്റയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ സ്മ്യൂൾ വന്നു. പിന്നെ സ്മ്യൂളിൻ്റെ ഒരു സംഭവമായി. അപ്പോൾ അന്ന് സ്മ്യൂളിൽ ഞാൻ എൻ്റെ DP ആയിട്ട് പ്രൊഫൈൽ ഫോട്ടോ ആയി കൊടുത്തത്, ഞങ്ങൾ ഡിഗ്രിക്ക് ട്രിപ്പ് പോയത് ഗോവയിലേക്കായിരുന്നു. അപ്പോൾ ഗോവയിൽ ഈ പറഞ്ഞ പോലെ ഈ ഫോട്ടോ ക്യാമറ ഉള്ള പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവന്മാരെടുത്തുന്ന ഫോട്ടോ ആണ് ഞാൻ അന്ന് സ്മ്യൂളിൽ DP ഇട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ചിലപ്പോൾ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും എൻ്റെ DP. ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. സ്മ്യൂളിൽ ഞാൻ പിന്നൊക്കെ ഞാൻ തുറക്കാൻ നോക്കിയിട്ട് എൻ്റെ ഫോണിൽ സ്പേസ് പോയപ്പോൾ ഞാൻ സ്മ്യൂളൊക്കെ കളഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ സ്മ്യൂൾ എപ്പോഴും തുറന്നപ്പോൾ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ തുറന്നപ്പോൾ ആ DP ആയിരുന്നു. ഇപ്പോൾ ഓപ്പണാക്കി ഇപ്പോൾ നിങ്ങൾ സ്മ്യൂൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്മ്യൂളിൽ അക്കൗണ്ടുള്ള ആൾക്കാർ അതിനെ ഓപ്പണാക്കി നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു ടോപ്പ് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും എൻ്റെ സ്മ്യൂളിൽ കാണുന്നത് കേട്ടോ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ലേ. കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് സ്മ്യൂളിൽ നിന്ന് നമുക്ക് പാട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സോങ് അല്ലെങ്കിൽ ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം, ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അവർ നമ്മളിൽ വന്ന് പാടും. അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ തരുന്ന ആൾക്കാർക്ക് മാത്രമേ പാടിക്കൊടുക്കാൻ പറ്റുന്നുണ്ടായുള്ളൂ. എനിക്കത് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ റിസ്ക് എടുക്കാറില്ല. കാരണം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്കിതിന് വേണ്ടി സമയം ചിലവാക്കാൻ പറ്റില്ല. നമുക്ക് അതിൽ കാണുന്ന എന്താണ് അത് ചെയ്യുക, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്മ്യൂള് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഫേസ്ബുക്ക് വന്നു, സ്മ്യൂൾ വന്നു, ഇൻസ്റ്റഗ്രാം വന്നു. എൻ്റെ അസിസ് ഫോൺ അടിച്ചു പോയി. പിന്നെ എനിക്ക് അച്ഛൻ വാങ്ങിച്ചെന്ന ഫോൺ ലെനോവോ ആയിരുന്നു കേട്ടോ. അസിസ് വാങ്ങിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഷോപ്പിൽ പോയതും വാങ്ങിച്ചതൊക്കെ എല്ലാം ഒരു മെമ്മറിയാണ്. അത് കഴിഞ്ഞ് പിന്നെ വാങ്ങിച്ച ഫോൺ ലെനോവോ ആണ്. ആ സമയത്ത് ഞാനൊരു പാട്ട് മറ്റേ മൗനം സ്വരമായി എൻ പൊൻവേണുവിൽ ആ പാട്ട് ഞാൻ പാടിയിട്ട് ഭയങ്കര B612 എന്ന് പറഞ്ഞൊരു ആപ്പില്ലേ, അപ്പോൾ അതിൽ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അന്ന് വേറെ സംഭവം ഉണ്ടായി, യു ക്യാൻ പെർഫെക്റ്റ് B612. അപ്പോൾ B612 ഞാൻ ആ പാട്ട് പാടിയത് കേട്ടോ. ഭയങ്കര ഫിൽറ്ററൊക്കെ ഇട്ടാണ് പാടിയത്. പക്ഷെ നല്ല രസമായിരുന്നു ആ പാട്ട് കേൾക്കാനായിട്ട്. എൻ്റെ ഇൻസ്റ്റയിൽ ഇപ്പോഴത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ച സമയത്ത് ഞാൻ അതിൽ പാട്ട് ആ പാട്ട് ജസ്റ്റ് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് പാടിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ പാടിയെന്നല്ലാതെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് എന്താ സംഭവം എന്നറിയില്ല. ഞാൻ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു, പക്ഷെ എന്നിട്ടും എനിക്കത് ശരിയാവുന്നുണ്ടായില്ല. എൻ്റെ മൊത്തത്തിൽ ആ ഒരു അക്കൗണ്ട് അടിച്ചു പോയി. അതാണ് സംഭവം. പക്ഷെ എൻ്റെ ഫേസ്ബുക്ക് എനിക്ക് കിട്ടി. പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ വലിയ ആക്റ്റീവ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആവാൻ കാരണം ഇൻസ്റ്റയിൽ അക്കൗണ്ട് പ്രൈവറ്റ് ആയിട്ട് ഇടാം പാട്ട് കുറേ ഇടാം, അങ്ങനെയൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ ആക്റ്റീവായി തുടങ്ങിയത്. പിന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ നമ്മുടെ വൈബുള്ള ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ കുറേ ബന്ധുക്കളും കസിൻസും നാട്ടുകാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഫേസ്ബുക്ക് നിർത്തി. പിന്നെ ആ സമയത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുന്നത് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ, എല്ലാവർക്കും അറിയാൻ പറ്റും. ഇൻസ്റ്റയിൽ കൂടുതൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നത് അന്നും ഒന്ന് കൂടുതലായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഇത്തിരി ഏജുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റ യൂസ് ചെയ്ത് തുടങ്ങിയത്.
അപ്പം എൻ്റെ ആ അക്കൗണ്ട് അടിച്ചു പോയി. അപ്പോൾ ഞാനന്ന് പാട്ട് പാടിയിട്ട് ഈ പറഞ്ഞ പോലെ സ്മ്യൂളിൽ എന്തോ പാടിയിട്ട് ആ പാടുന്ന ഒരു സംഭവമാണ് ഞാൻ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് ആ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പാട്ട് ആ അക്കൗണ്ട് തന്നെ അടിച്ചു പോയി. എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ഞാനതിൽ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെ എൻ്റെ നിന്ന് പോവുകയും ചെയ്തു. നമുക്ക് ഇന്നത്തെ ബോധമൊന്നും അന്നില്ലല്ലോ. ബോധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബികോം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണെങ്കിൽ എനിക്ക് വലിയ ബോധം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയി. ഞാൻ പുതിയൊരു അക്കൗണ്ട്, എന്തായാലും ഇൻസ്റ്റാഗ്രാം വേണം, അപ്പോൾ പുതിയ അക്കൗണ്ട് ഞാൻ എടുത്തു. 2 വർഷം എനിക്ക് ഫോൺ കിട്ടിയത് ബികോം ലാസ്റ്റ് ഇയർ, ബികോം സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഫോൺ കിട്ടിയത്. അങ്ങനെ എൻ്റെ ബികോം കഴിഞ്ഞിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു എൻ്റെ ഫോൺ അടിച്ചു പോയത്. പിന്നെ 2-2.5 ആഴ്ച ഞാൻ വെറുതെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് പുതിയൊരു ഫോൺ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. നമുക്ക് അന്ന് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ഒന്നും അല്ലല്ലോ ഫോൺ വാങ്ങാനായിട്ട്. അങ്ങനെ ഫോൺ കിട്ടി. പിന്നെ അതിന് ശേഷമാണ് കൊറോണ കറക്റ്റ് ഇയർ 2021 ആണെങ്കിലും അതിനിടയ്ക്ക് പിന്നെ വേറെ ആപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിന് കൊറോണ വന്ന സമയത്താണല്ലോ ഈ ടിക്ടോക്ക് വന്നത് അല്ലേ, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ടിക്ടോക്കിന് മുന്നേ ഒരു മ്യൂസിക്കൽ ഉണ്ടായിരുന്നു, പക്ഷേ ഈ മ്യൂസിക്കലിലൊന്നും ഞാൻ ആക്റ്റീവ് അല്ല കേട്ടോ. ഞാൻ മ്യൂസിക്കൽ ജസ്റ്റ് ഓപ്പൺ ആക്കിയത് എന്താ സംഭവം എന്ന് പറയാനായിട്ട് എനിക്ക് അക്കൗണ്ടൊന്നും മ്യൂസിക്കൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മ്യൂസിക്കലി ഫുൾ ആക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ പറ്റിയതെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അതിന് ഞാൻ മ്യൂസിക്കലിൽ വലിയ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മ്യൂസിക്കലി പോയപ്പോഴാണ് ഞാൻ ടിക്ടോക്കിലേക്ക് വന്നത്. മ്യൂസിക്കലി ഞാൻ ഇൻസ്റ്റാൾ ആക്കി. പക്ഷെ ഇൻസ്റ്റാൾ ആക്കി എന്തോ ചെയ്തു, മ്യൂസിക്കലി എന്താണെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാനതിൽ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ടിക്ടോക്കിൽ വന്നതല്ല, അത് കഴിഞ്ഞിട്ടാണ് ടിക്ടോക്ക് ഉണ്ടായത്. ഈ ടിക്ടോക്ക് ഉണ്ടായ സമയത്ത് ഞാൻ ടിക്ടോക്കിൽ ഓരോരുത്തരുടെ വീഡിയോ കാണാമെന്നല്ലാതെ ഞാനായിട്ട് അതിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ടിക്ടോക്ക് അവസാനിക്കാറായി, ടിക്ടോക്ക് ബാൻ ചെയ്യാറായല്ലോ. ഈ ബാൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് പാട്ടൊക്കെ പാടിയിടാം എന്ന് വിചാരിച്ചത്. കുറേ പേരെ പാട്ടൊക്കെ ഞാനതിൽ കണ്ടു കേട്ടോ. കുറേ പേര് പാട്ട് പാടി അതിൽ കൂടെ വൈറലായതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ കൊള്ളാലോ. അപ്പം ഞാൻ ടിക്ടോക്കിൽ പാട്ടൊക്കെ പാടി 1, 2 കൂടിപ്പോൾ ഒരു 10 ലൈക്ക് അല്ലെങ്കിൽ 8 ലൈക്ക് മാത്രമേ എനിക്ക് ടിക്ടോക്കിൽ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കിട്ടാറുള്ളത്. പക്ഷെ ഞാനതിൽ ഒന്നും പറയാനില്ല, പക്ഷെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ടിക്ടോക്ക് ബാൻ ചെയ്തു. അപ്പം ഇതാണ് എൻ്റെ സോഷ്യൽ മീഡിയ ജേണി. സ്റ്റാർട്ട് ചെയ്യാൻ നിർത്താൻ തന്നെ. പിന്നെയും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോകുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ ഈ കൊറോണ 2021 2022 ആ ഒരു സമയം 2020 ആ ഒരു സമയത്ത് തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇൻസ്റ്റഗ്രാമൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമല്ലല്ലോ. അപ്പോൾ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ആ സമയത്ത് ഞാൻ പാട്ടൊക്കെ ഇട്ട് തുടങ്ങി, വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നീ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നിൻ്റെ വീഡിയോസ് എല്ലാവർക്കും എത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും എത്തണമെങ്കിൽ നീ യൂട്യൂബിൽ നമുക്ക് ജിമെയിൽ ഐ ഡി ഉണ്ടല്ലോ, അപ്പോൾ യൂട്യൂബിൽ നമുക്കൊരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്താൽ ഭാവിയിൽ നിനക്കും കേൾക്കാം അവർക്കും കേൾക്കാം, അങ്ങനെ പറഞ്ഞു തന്നു എൻ്റെ അടുത്ത്. അത് കൊറോണയ്ക്ക് മുന്നാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ചാനലിൽ ഞാൻ ലോകം മുഴുവൻ സുഖം പകരാനെന്ന് പറഞ്ഞൊരു പാട്ട് ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒരു പരിപാടിക്ക് പോയിട്ട് പാടിയതാണ്. അപ്പോൾ ആ പാട്ട് ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 എന്തൊക്കെയോ ഞാൻ അപ്ലോഡ് ചെയ്ത് വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതിനുശേഷമാണ് കൊറോണ വരുന്നത്. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്തിന് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഇൻകം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ എല്ലാവരും ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പെട്ടെന്ന് തന്നെ 2000K സബ്സ്ക്രൈബേഴ്സ് ആയി ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും പറഞ്ഞു ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതായി. പിന്നെ ഞാൻ പാട്ട് മാത്രമാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ പാട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ ഞാൻ നല്ല യൂട്യൂബിൽ നമുക്ക് ഇടുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാട്ട് ഇങ്ങനെ ലാഗ് അടിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ ഒരു മാസത്തിലൊരിക്കലൊക്കെ ഒരു കവർ സോങ് ചെയ്യും. അപ്പോൾ കവർ സോങ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ അത് നമ്മൾ വീഡിയോ എടുത്ത് തരണം. അപ്പോൾ എൻ്റെ കസിൻ വീഡിയോ എടുക്കും, പേയ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ കസിൻ വീഡിയോ എടുക്കും, അവൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നല്ല, കസിൻ വീഡിയോ എടുക്കും. അപ്പോൾ വീഡിയോ നമ്മൾ പാട്ട് സെറ്റാക്കണമെങ്കിൽ അതിന് പേയ്മെൻറ്റ് വേണം. അങ്ങനെ പോയി ഓരോ മാസം 2 മാസം കൊണ്ട് നമുക്ക് ഓരോ വീഡിയോസ് ഇടും. അങ്ങനെ യൂട്യൂബിൽ ഒട്ടും ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു ഞാൻ. പിന്നെ വീണ്ടും ഇൻസ്റ്റയിൽ പുതിയ ഫീച്ചേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ആക്റ്റീവ് ആവും. ഫേസ്ബുക്കിൽ ഒട്ടും ആക്റ്റീവ് ഒന്നുമല്ല കേട്ടോ. ഇപ്പോഴും ഫേസ്ബുക്കിൽ ഒട്ടും ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷേ ഫേസ്ബുക്കിൽ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ ഇടുമായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ജേണി. ഞാൻ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ ഓരോന്ന് നോക്കുക ഇറങ്ങുക, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെയും ജേണി. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കാം നിങ്ങളുടെ ജേണി. ചിലപ്പോൾ ചിലർക്ക് ഫേസ്ബുക്ക് ഉണ്ടാവില്ല, ഇൻസ്റ്റ മാത്രമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ ചില വീട്ടിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. ചിലർക്ക് ഫോൺ കിട്ടിയത് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ പലരുടെ ലൈഫിലും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. ചിലപ്പോൾ ഞാനത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ചിലപ്പം ഞാൻ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയായിരുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തോട്ടെങ്കിലും ഒന്ന് ഇടയ്ക്ക് പോവുമല്ലോ. നമ്മൾ
ഇപ്പം നമ്മൾ ജീവിക്കുന്ന സോഷ്യൽ മീഡിയ ഒരു യുഗത്തിൽ കൂടി ആൾക്കാരുടെ എല്ലാവരും ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. പ്രായ ആൾക്കാരൊക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പം രസമാണ് സംഭവം എല്ലാം. പിന്നെ എല്ലാത്തിനും ഒരു അഡിക്ഷൻ ആവാണ്ട് ഒരു പരിധി കവിഞ്ഞ് നമ്മളൊന്നും ഇതിലൂടെ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. പക്ഷെ ഇപ്പം പിന്നെ ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഓരോ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ സമയം ഇങ്ങനെ ചിലവഴിക്കുന്നതൊക്കെ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴാണ്. കാരണം എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ വന്ന വഴികളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ എത്രയോ ടെക്നോളജി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ആപ്പിലും ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ ഇപ്പോൾ സ്റ്റോറി ഇടുന്ന രീതി മാറി. റീല് 30 മിനിറ്റ് 1 മിനിറ്റിൻ്റെ റീലിടാം. പിന്നെ ആദ്യമൊക്കെ നമുക്ക് IGTV ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. IGTV വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റിൻ്റെ പാട്ടിടാം അങ്ങനെ. അപ്പോൾ എൻ്റെ പാട്ടൊക്കെ അങ്ങനെ കുറേ കിടക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ ഇതിന് മുന്നേ എനിക്ക് ഇൻസ്റ്റഗ്രാമിലെ റീൽസൊക്കെ ഞാൻ ഇട്ടിരുന്ന പാട്ടിൻ്റെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വേറെ ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ ഹാക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നില്ല. കാരണം എൻ്റെ ഫോണിൽ സ്പേസ് വരുമ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ഷെയർ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഇൻസ്റ്റയിൽ നമ്മളെ വീഡിയോസ് നമ്മുടെ വീഡിയോസോ ആരുടെ വീഡിയോസോ സേവ് ചെയ്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ വീഡിയോസൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ടിക്ടോക്കിലെ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ കുറച്ച് പാട്ടിൻ്റെ വീഡിയോസ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമുക്ക് മൈക്കൊക്കെ യൂസ് ചെയ്യാം. റിവർബിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ അക്കൗണ്ട് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പോൾ ഫോളോ ചെയ്യാം. അതുപോലെ അൺഫോളോ ചെയ്യാം. ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാം. അൺഫ്രണ്ട് ആക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ടല്ലോ. പിന്നെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ ഉണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ കൂടെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഇൻസ്റ്റയിൽ വോയിസ് നോട്ട് അയക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഇൻസ്റ്റയിൽ നമുക്ക് വോയിസ് നോട്ട് അയക്കാം, ഫോട്ടോസ് അയക്കാം. അപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സ്മ്യൂളിൻ്റെ കാര്യം എനിക്കറിയില്ല. ഞാനിപ്പോൾ സ്മ്യൂളിൽ കയറാറില്ല. ഇടയ്ക്ക് വിചാരിക്കും സ്മ്യൂളിൽ പോയിട്ട് 2 പാട്ട് പാടിയിട്ടല്ലോ എന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ. ഇനി പറ്റുകയാണെങ്കിൽ സ്മ്യൂൾ ഓപ്പൺ ചെയ്യണം. പിന്നെ ഇവിടെയൊക്കെ സ്മ്യൂളൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം നമ്മൾ വേറെ കൺട്രിയിൽ താമസിക്കല്ലേ, അതൊന്നും അറിയില്ല. അപ്പം എൻ്റെ ഒരു ജേണി ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇങ്ങനത്തെ ജേണി ഒരുപാട് പേർക്ക് ഉണ്ടാവായിരിക്കാം. ആദ്യമായിട്ട് ഓരോ കാര്യം ചെയ്തതും അങ്ങനെയൊക്കെ. ഇപ്പോഴും പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും ഞാൻ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ പാട്ടിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും ഞാൻ എവിടെയും സക്സസ്ഫുൾ ആയിട്ടില്ല. ഞാനിങ്ങനെ എൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ എൻ്റെ ഒരു ജേണി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കരിയർ എന്ന് വെച്ചാലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടും അതുപോലെ എൻ്റെ പാഷൻ ഇതായിട്ടായാലും എൻ്റെ ജേണി ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിയിട്ടൊന്നുമില്ല. എവിടെ എത്തിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതല്ല. പക്ഷെ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും. ഇപ്പം എനിക്ക് ഉള്ള ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പാട്ട് പാടുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ്. അപ്പം ഞാനിവിടെ എത്തിയിട്ട് ഇങ്ങനൊരു വീഡിയോ ഇടുന്നൊന്നല്ല. എനിക്ക് ഇങ്ങനെ പറയണമെന്ന് തോന്നി, ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. നാളെ എനിക്ക് തന്നെ നോക്കിയിരിക്കാമല്ലോ, ശരിയാ അല്ലേ, ആലോചിച്ചിരിക്കാമല്ലോ. അപ്പം ഞാൻ തന്നെ എന്നോട് സംസാരിക്കേണ്ട, ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിൽ പറയണ്ട, ഇങ്ങനെ കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ഇതിന് മുന്നേ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന വഴികൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പെട്ടെന്നുള്ളൊരു വീഡിയോ എന്ന് വെച്ചോ, ഒട്ടും പ്ലാൻഡൊന്നും ആയിട്ട് ചെയ്തൊന്നും വീഡിയോ ഒന്നുമല്ല. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും. അതായത് ഞാൻ ആലോചിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പറഞ്ഞാലോ, അപ്പോൾ എങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇപ്പം തന്നെ വിചാരിച്ചെന്നാ ഇന്ന് അങ്ങോട്ട് ചെയ്യാം, ഇന്ന് അങ്ങോട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നേക്കാണ്. എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഡിന്നർ കുക്ക് ചെയ്യണം. പിന്നെ കുക്കർ, ഉച്ചയ്ക്ക് ചോറ് വെച്ച കുക്കർ ഇങ്ങനെ കഴുകാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്കത് കഴുകണം. പിന്നെ ചായ വെക്കണം. പിന്നെന്താ, ചിലപ്പോൾ ജ്യൂസ് അടിക്കണം എന്നൊക്കെ വിചാരിക്കണം. പക്ഷെ ഞാനങ്ങനെ ജ്യൂസ് അടിക്കുന്ന ഒരാളൊന്നുമല്ല. കിച്ചൺ ഇന്ന് രാവിലത്തെ ദോശ ഉണ്ടാക്കിയതാണ് കേട്ടോ. കിച്ചൺ അത്യാവശ്യം മെസ്സായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഞാൻ ചെറിയ കാര്യം, മൈന്യൂട്ടായിട്ടുള്ള കാര്യമൊന്നും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ എടുത്തു. കാരണം ഇനി ആവശ്യം വരുമല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് യൂസ് ചെയ്യാറ് കേട്ടോ. എന്താ പറയുക, ചിക്കൻ ഫ്രീസറിൽ ഇട്ടുന്നത് കേട്ടോ. അത് ഞാൻ പുറത്തെടുത്ത് വയ്ക്കാം, നമുക്ക് വെള്ളത്തിലിടാം. കാരണം ഞങ്ങൾക്ക് ഇന്ന് വീറ്റ് ബ്രെഡാണ്. അപ്പോൾ ഈ വീറ്റ് ബ്രെഡും ചിക്കൻ നമുക്ക് എയർ ഫ്രൈയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഞാനപ്പോൾ ഇച്ചിരി നേരം അതൊന്ന് കഴുകി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെക്കട്ടെ കേട്ടോ. ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം എടുക്കണം ഇതൊന്ന് സെറ്റായി വരാനായിട്ട്. കാരണം ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ
നമ്മുടെ മസാല ഒക്കെ തേച്ചിട്ട് ഈ എയർ ഫ്രൈയിൽ ഇട്ടിട്ട് വറക്കാനായി. അതിനിടയ്ക്ക് ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടാ. മധുരം ഇടുന്നില്ല, കാരണം കുറേ മധുരം കഴിച്ചു കഴിഞ്ഞു. ഇനി മധുരം ഇടണ്ട, മധുരമൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം കുറേ മധുരം ഞാൻ ഇപ്പൊ കുടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്തിനാണായിട്ട് ആവശ്യമെന്ന് ഞാൻ ആലോചിച്ചു പോയി. നമ്മൾ ഓറഞ്ച് കഴിക്കുന്ന മധുരം കണ്ടല്ലേ. അപ്പൊ ഇത് നല്ല മണാട്ടോ. കുറെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് വേസ്റ്റ് നമുക്ക് കളയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കുറച്ച് പേരൊക്കെ വീഡിയോ കണ്ടു, ഇഷ്ടമായി, നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത്രേ ഉള്ളൂ. ഞാൻ വലിച്ചു നീടുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.